ഇപ്പോൾ കുറച്ച് നാളുകളായി എന്നോട് പലരും കോമണായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അച്ഛാ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? കാരണം ഞാൻ ക്രിസ്തീയ മതത്തിൽ നിലനിന്ന് വന്നപ്പോൾ പ്രാർത്ഥിച്ചത് ഈ രീതിയിലാണ്, ഹൈന്ദവ മതത്തിൽ നിലനിന്ന് വന്നപ്പോൾ പ്രാർത്ഥിച്ചത് ഈ രീതിയിലാണ്. പക്ഷേ ഇപ്പോൾ മനസ്സിലായി ഈ മതത്തിനൊക്കെ അതീതമായിട്ട് മറ്റൊരു ആത്മീയ തലമുണ്ട് എന്ന് അച്ഛൻ്റെ പ്രസംഗങ്ങളിലൂടെയും പ്രബോധനങ്ങളിലൂടെയൊക്കെ മനസ്സിലായി. അപ്പോൾ എങ്ങനെയാണ് എൻ്റെ ആവശ്യങ്ങൾ ഞാൻ പ്രാർത്ഥിക്കേണ്ടത്? ഞാൻ ഓൾറെഡി പ്രാർത്ഥനയെക്കുറിച്ച് ബിബ്ലിക്കൽ കോണ്ടക്സ്റ്റിൽ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് തന്നെ ഞാനിതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കട്ടെ. ഇന്ന് ഏറെ അധികം തെറ്റിദ്ധരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്ന വാക്ക്. ഇന്ന് മതങ്ങൾ പഠിപ്പിക്കുന്ന പ്രാർത്ഥനകൾ മുഴുവൻ പ്ലീഡിംഗ് ആണ്, യാചനകളാണ്. ആരോട്? ദൈവത്തോട്. ദൈവമേ എനിക്കത് തരണം, ദൈവമേ എനിക്കിത് തരണം. ഈ രീതിയിൽ ആവശ്യങ്ങളെ ഒരു യാചനാ മനോഭാവത്തോടുകൂടെ ദൈവത്തോട് പറയുന്നതാണ് പ്രാർത്ഥന എന്നുള്ള രീതിയിൽ ജനങ്ങളെ മതം തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി അതോടൊപ്പം തന്നെ ദൈവത്തിന് കാഴ്ചകളും വഴിപാടുകളും ഒക്കെ നൽകിയാൽ മാത്രമേ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടത്തുള്ളൂ എന്നുള്ള രീതിയിലും മതം പ്രാർത്ഥനയെ വികലമാക്കിയിരിക്കുന്നു. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചേ, നിങ്ങളുടെ യുക്തി കൊണ്ടും നിങ്ങളുടെ ബുദ്ധി കൊണ്ടും ഒന്ന് ചിന്തിക്കുക. യാഗങ്ങളും വഴിപാടുകളും സ്തോത്ര കാഴ്ചകളും കാണിക്കകളും ഒക്കെ കൊടുത്ത് ഒരു കാര്യം സാധിക്കാനായിട്ട് ദൈവം കൈക്കൂലിക്കാരനാണോ? നിങ്ങളുടെ ആവശ്യങ്ങൾ, മനുഷ്യൻ്റെ ആവശ്യങ്ങൾ എന്താ? ചിലപ്പോൾ നല്ല വസ്ത്രമാകാം, ഒരു പാർപ്പിടമാകാം, ഒരു ജോലിയാകാം, കടബാധ്യത മാറുന്നതാകാം. ഇങ്ങനെയുള്ള മാനുഷിക നന്മകൾ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടാനായിട്ട്, ദൈവത്തെ പ്ലീസ് ചെയ്യാനായിട്ട് നിങ്ങളൊരു വഴിപാടിടുമ്പോൾ, ഒരു സാമ്പ്രാണിതിരി കത്തിക്കുമ്പോൾ, ഒരു മെഴുകുതിരി കത്തിക്കുമ്പോൾ അത്രയ്ക്കത്രയേ ഉള്ളൂ ദൈവത്തിൻ്റെ ക്വാളിറ്റി. സോ ഇതൊക്കെ വരുമാന മാർഗത്തിന് വേണ്ടിയിട്ടും മതത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടുമൊക്കെ മതങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ചില ആചാരങ്ങൾ എന്നുള്ളതിൽ കവിഞ്ഞ് ഇതിലൊന്നും അല്ല ദൈവപ്രസാദം ഉണ്ടാകുന്നത്. ദൈവം അങ്ങനെ ഒരു വ്യക്തിയല്ല. നിങ്ങളുടെ നക്കാപ്പിച്ച വഴിപാടിനും കാശിനും വേണ്ടിയിട്ട് കാതോർത്തിരിക്കുന്ന അല്ലെങ്കിൽ ആകാംക്ഷയോടുകൂടി ഇരിക്കുന്ന ഒരു വ്യക്തിത്വമല്ല ദൈവം. അപ്പോൾ പ്രാർത്ഥനയെക്കുറിച്ച് അപ്പോൾ ചിലപ്പോൾ ചോദിക്കാം, ഞാൻ മെഴുകുതിരി കത്തിച്ചപ്പോൾ, അല്ലെങ്കിൽ സാമ്പ്രാണിതിരി കത്തിച്ചപ്പോൾ, അല്ലെങ്കിൽ തേങ്ങ ഉടച്ചപ്പോൾ, അല്ലെങ്കിൽ ഒരു തുലാഭാരം നടത്തിയപ്പോൾ, അല്ലെങ്കിൽ ഒരു വഴിപാടിട്ടപ്പോൾ എനിക്കിതുണ്ടായല്ലോ. പക്ഷെ നിങ്ങളിത് ചെയ്തപ്പോഴല്ല ഉണ്ടായത്, അതിൻ്റെ പിന്നിൽ മറ്റൊരു സയൻസാണ്. ഓക്കെ, അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം ഈ പ്രപഞ്ചത്തിൻ്റെ, നമ്മുടെ ഈ ഭൂമിയെയും ഈ ഭൂമി നിലനിൽക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെയും അധികാരം നൽകിയിരിക്കുന്നത് മനുഷ്യനാണ്. അപ്പോൾ മനുഷ്യനാണ് ഈ പ്രപഞ്ചത്തിൻ്റെ അധികാരി. അപ്പോൾ ഈ പ്രപഞ്ചത്തോട് മനുഷ്യൻ എന്ത് കൽപ്പിച്ചാലും അത് നമ്മളിലേക്ക് വന്നു ചേരും. അപ്പോൾ പ്രാർത്ഥനയിലൂടെ നമ്മൾ യാചനയാണെങ്കിലും വഴിപാടുകളിലൂടെയും മറ്റുള്ള രീതിയിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളൊരു ആവശ്യം ഈ പ്രപഞ്ചത്തോടാണ് ആവശ്യപ്പെടുന്നത്. ആ പ്രപഞ്ചമാണത് നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കി നൽകുന്നത്. അപ്പോൾ നിങ്ങൾ മെഴുകുതിരി കത്തിച്ചില്ലെങ്കിലും സാമ്പ്രാണിതിരി കത്തിച്ചില്ലെങ്കിലും വഴിപാടൊന്നും നേർന്നില്ലെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും തുലാഭാരം കൊടുത്തില്ലെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ പ്രപഞ്ചത്തോട് പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിനകത്തേക്ക് വന്നു ചേരും, അത് ജെന്യുവിനാണെങ്കിൽ. കാരണം അങ്ങനെയാണ് പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് ദൈവം വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറയുമ്പോൾ, നിങ്ങളുടെ മനസ്സിനകത്ത് നിന്ന് ഈ ഒരു കാര്യം പ്രപഞ്ചത്തോട് പറയുമ്പോൾ അത് പ്ലീഡിങ് ആയാൽ അത് സ്ലോ ആകും. പക്ഷേ അതൊരു പ്രൊക്ലമേഷൻ ആണെങ്കിൽ, അതൊരു കമാൻഡ്മെൻ്റ് ആണെങ്കിൽ അതിൻ്റെ പ്രോസസ്സ് കുറച്ചുകൂടെ സ്പീഡാകും. അപ്പോൾ പ്രപഞ്ചത്തോട് പറയുക, നിങ്ങൾക്കൊരു ജോലി വേണം. അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? ഇരുന്നിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നൊരു ജോലിയെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് പ്രപഞ്ചത്തോട് പറയുക, ഞാൻ ആഗ്രഹിക്കുന്ന ഈ രീതിയിലുള്ള ഒരു ജോലി എൻ്റെ അടുക്കലേക്ക് വരട്ടെ, അതിനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാകട്ടെ എന്നീ പ്രപഞ്ചത്തോട് പറയുമ്പോൾ അതിനാനുപാതികമായ രീതിയിലുള്ള സാഹചര്യങ്ങൾ പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കും. ഇനി നിങ്ങളുടെ ക്വാളിഫിക്കേഷനും നിങ്ങളുടെ എക്സ്പീരിയൻസും ഒക്കെ വെച്ചിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് വന്നു ചേരും. പക്ഷേ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്കിപ്പോൾ നിലവിൽ നിങ്ങളിലേക്ക് വന്നു ചേരാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ള ഒരു പൊസിഷനും അങ്ങനെയുള്ളൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ അത് സജ്ജമാക്കാനായിട്ട് പ്രകൃതിക്ക് ചിലപ്പോൾ സമയമെടുക്കും. നമ്മളിപ്പോൾ ഒരു നെൽച്ചെടി നട്ട് കഴിഞ്ഞാൽ 6 മാസം കൊണ്ട് അതിൻ്റെ ഫലം കിട്ടും.
അപ്പോൾ ആ നെൽച്ചെടിക്ക് 6 മാസം കൊണ്ട് ഫലം തരുവാനുള്ളൊരു കഴിവുണ്ട്. പക്ഷേ നിങ്ങളൊരു തെങ്ങാണ് നടുന്നതെങ്കിൽ ചിലപ്പോൾ 5 വർഷമോ 10 വർഷമോ കഴിഞ്ഞിട്ടായിരിക്കും തെങ്ങ് നിങ്ങൾക്ക് ഫലം നൽകുക. സോ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ പറയുന്ന കാര്യങ്ങളുടെ ആഴം, വ്യാപ്തി, അതിൻ്റെ എൻഡ് പ്രോഡക്റ്റ് എന്താണോ അതിന് ആനുപാതികമായിട്ടായിരിക്കും ആ റിസൾട്ട് നിങ്ങളിലേക്ക് വന്നു ചേരുക. സോ ചെറിയ കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങളാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് പെട്ടെന്നുണ്ടാവും. സമയമെടുത്താണ് അത് നിങ്ങളിലേക്ക് വന്നു ചേരാനായിട്ടുള്ള സാധ്യത എന്നുണ്ടെങ്കിൽ അതങ്ങനെ വന്നു ചേരത്തുള്ളൂ. സോ എനിവേ, പ്രെയർ എന്ന് പറയുന്നത് പ്ലീഡിംഗ് അല്ല, അതൊരു പ്രൊക്ലമേഷനാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവത്തോടല്ല, അത് ഈ പ്രപഞ്ചത്തോടാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, കോടാനുകോടി മനുഷ്യരുണ്ട്. ഈ മനുഷ്യരെല്ലാം കൂടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് അതിനെല്ലാം ലിസ്റ്റ് ചെയ്ത് അതിനെല്ലാം ക്രമപ്പെടുത്തി ഇന്ന പ്രാർത്ഥന ഇന്ന സമയത്തിൽ, ഇന്ന പ്രാർത്ഥന ഇന്ന സമയത്തിൽ, അങ്ങനെ ഒരു പ്രോഗ്രാം തയ്യാറാക്കി അങ്ങനെയൊന്നും അല്ല ദൈവം അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ മറ്റൊരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരാൾ പ്രാർത്ഥിക്കുന്നത് ഇദ്ദേഹത്തിന് നന്മയുണ്ടാകണമേ എന്ന് ഒരാൾ പ്രാർത്ഥിക്കുക, മറ്റൊരാൾ പ്രാർത്ഥിക്കുക ഇദ്ദേഹത്തിൻ്റെ തലയിൽ ഇടിത്തിരി വീഴണേ എന്ന്. അപ്പോൾ ഒരാൾ ഇദ്ദേഹത്തിന് നന്മയുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു, മറ്റൊരാൾ അതേ വ്യക്തിക്ക് തിന്മയുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. ഇതിലേത് പ്രാർത്ഥനയായിരിക്കും ദൈവം കേൾക്കുക? പക്ഷേ ഈ 2 പ്രാർത്ഥനയും ദൈവമല്ല ഉത്തരം നൽകുന്നത്. ഈ 2 പ്രാർത്ഥനയും പ്രപഞ്ചമാണ് അതിന് ഉത്തരം നൽകുന്നത്. സോ ഒരു വ്യക്തിക്ക് ദോഷമുണ്ടാകട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് റിസൾട്ട് ഉണ്ടാകും. പക്ഷേ അതിനെ കൗണ്ടർ ചെയ്ത് മറ്റൊരു വ്യക്തി അദ്ദേഹത്തിന് അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ നെഗറ്റീവ് പ്രാർത്ഥനയേക്കാൾ കൂടുതൽ ശക്തി പോസിറ്റീവ് പ്രാർത്ഥനയ്ക്ക് ആയതുകൊണ്ട് നെഗറ്റീവ് പ്രാർത്ഥന നള്ളിഫൈ ചെയ്തു പോവുകയും പോസിറ്റീവായിട്ടുള്ള ആ ഒരു പ്രാർത്ഥനയ്ക്ക് ഫലപ്രാപ്തി ഉണ്ടാകുകയും ചെയ്യും. സോ എപ്പോഴും നെഗറ്റിവിറ്റിയേക്കാൾ കൂടുതൽ പോസിറ്റീവിനാണ് പവർ. ഇന്ന് ലോകപ്രശസ്തമായ പല പുസ്തകങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോൾ ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള പല പുസ്തകങ്ങളും പോസിറ്റീവ് തിങ്കിങ് എന്നോ പോസിറ്റീവ് അഫർമേഷൻ എന്നോ ദ പവർ ഓഫ് ടുഡേ എന്നോ സീക്രട്ട് എന്ന് പറയുന്ന പുസ്തകമോ അങ്ങനെയുള്ള ഇന്ന് ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞുകൊണ്ടിരിക്കുന്ന പുസ്തകങ്ങളുടെ എല്ലാം പിന്നിൽ ഇതേ തിയറിയാണ്. ഇത് വേദങ്ങളിലും ബൈബിളിനകത്തും ഒക്കെ പറഞ്ഞിരിക്കുന്ന തിയറി തന്നെയാണ്. ജീസസ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞത്, ജീസസിൻ്റെ ലോർഡ്സ് പ്രെയർ ഇന്ന് നമ്മൾ മലയാളത്തിൽ ചൊല്ലുന്നത് പോലെയൊന്നും അല്ല. ലോർഡ്സ് പ്രെയറിൻ്റെ ശരിക്കുമുള്ള അർത്ഥം ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്, ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അത് ഇട്ടേക്കാം. സോ ജീസസ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോഴും പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ഇതാണ്, നീ ഇച്ചിരിയെങ്കിലും വിശ്വാസത്തോടുകൂടെ മലയോട് നീങ്ങി കടലിലേക്ക് ചാടിപ്പോകുക എന്ന് പറഞ്ഞാൽ അതങ്ങനെ തന്നെ സംഭവിക്കും. അപ്പോൾ ജീസസ് ഒരിക്കലും ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചില്ല, ആ വിഷയത്തോട് നീ കൽപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മലയോട് ചാടിപ്പോകുക എന്ന് പറഞ്ഞാൽ മല പോലെ നിന്നെ മുന്നിൽ നിൽക്കുന്ന വിഷയങ്ങൾ, പ്രതിബന്ധങ്ങൾ, പ്രതിസന്ധികൾ, നീ അതിനോട് സംസാരിക്കുമ്പോൾ ആ വിഷയം ഇല്ലായ്മയാകും. അപ്പോൾ എത്ര പ്രാവശ്യം പറയണം? ആ വിഷയം മാറുന്നത് വരെ പ്രൊക്ലെയിം ചെയ്യണം, കമാൻഡ് ചെയ്യണം. ജീസസ് അങ്ങനെയല്ലേ ചെയ്തത്? കാറ്റേ അടങ്ങ്, കടലേ ശാന്തമാകുക. സോ മുന്നിൽ നിൽക്കുന്ന തിരമാലകൾ പോലെ, മല പോലെ നിൽക്കുന്ന വിഷയങ്ങളെ പ്രൊക്ലമേഷനിലൂടെ, കമാൻഡ്മെൻറ്റിലൂടെ ആ വിഷയത്തെ ഹാൻഡിൽ ചെയ്യാനാണ് ജീസസ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി ജീസസ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കമാൻഡ് ചെയ്തോളൂ? അല്ല. ജീസസ് പറഞ്ഞു, അത്തി ഉണങ്ങിപ്പോകട്ടെ. ഈ മനോഹരമായ ദേവാലയം ഇന്നുണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ലോകമഹാ അത്ഭുതങ്ങളിൽ ഒന്നായിട്ടുള്ള ജെറുസലേം ദേവാലയം തകർന്നു പോകട്ടെ, കല്ലിൻ്റെ മേൽ കല്ല് ശേഷിക്കാതെ നിലംപരിശാകട്ടെ. ജീസസ് ഇങ്ങനെയും പ്രൊക്ലെയിം ചെയ്തിട്ടുണ്ട്, അതുപോലെ സംഭവിച്ചിട്ടുണ്ട്. സോ ഇതുപോലെ ഈ കാലഘട്ടത്തിൽ നിലനിൽക്കുന്ന അനീതികൾ, പ്രപഞ്ചത്തിന് വേണ്ടാത്ത കാര്യങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനും എൻ്റെ പ്രൊക്ലമേഷന് കഴിയും. സോ ഈ രീതിയിലുള്ള പ്രാർത്ഥന രീതികളാണ് പ്രപഞ്ചം ആഗ്രഹിക്കുന്നത്. എല്ലാ ഗ്രന്ഥങ്ങളും എല്ലാ മതത്തിൻ്റെയും എസൻസ് എന്ന് പറയുന്നത് ഈ പ്രാർത്ഥനയെ പ്രൊക്ലെയിം ചെയ്യാൻ വേണ്ടി തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ടോ മതവക്താക്കൾ മതത്തെ, അവരുടെ പ്രസ്ഥാനങ്ങളെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഇതിനെ മറ്റൊരു തരത്തിൽ, ഈവൻ പ്രാർത്ഥനയെ പോലും മറ്റൊരു തരത്തിൽ കോട്ടിമാട്ടി ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ കൂടുതൽ നമുക്ക് പ്രാർത്ഥനയെക്കുറിച്ചും അതിൻ്റെ റിസൾട്ടിനെ കുറിച്ചുമൊക്കെ സംസാരിക്കാം. തീർച്ചയായിട്ടും ഞാനൊരു സ്പിരിച്വൽ അക്കാഡമി തുടങ്ങുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ്സുകളുണ്ടാകും. അതുവഴി നിങ്ങൾക്കിതിൻ്റെ അടുത്ത സ്റ്റെപ്പിലുള്ള, അല്ലെങ്കിൽ ഇതിൻ്റെ അടുത്ത വേരിയേഷൻസ് എന്തൊക്കെയാണ്, മറ്റുള്ള ഡയമെൻഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് ഏറെ താമസിക്കാതെ നമുക്കതുവഴി പഠിക്കാം. ഞാൻ ഈ പ്രപഞ്ചത്തോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടു, അതിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ അതിൻ്റെ നന്ദി പ്രകടനത്തിന് വേണ്ടിയിട്ട് ഒരു നേർച്ചയോ ഒരു വഴിപാടോ അമ്പലങ്ങളിലോ പള്ളിയിലോ മറ്റേതെങ്കിലും പുണ്യസ്ഥലങ്ങളിലോ
തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ കൊടുക്കേണ്ടതുണ്ടോ എന്ന് ഒരു സംശയം ചോദിച്ചു. തീർച്ചയായിട്ടും നമുക്കൊരു നന്മ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പ്രതിഫലം ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു നന്ദി പ്രകടനം നടത്തുക എന്നുള്ളത് മനുഷ്യ സഹജമാണ്, അത് ആവശ്യവുമാണ്. പക്ഷേ നമുക്ക് കിട്ടിയ നന്മ ഒരു പള്ളിയിലെ അച്ഛനോ ഒരു ക്ഷേത്രത്തിലെ പൂജാരിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതസ്ഥാപനമോ അല്ല നമുക്കൊരു നന്മ നൽകിയിരിക്കുന്നത്. നമ്മൾ ആവശ്യപ്പെട്ടത് ഈ പ്രപഞ്ചത്തോടാണ്. സോ പ്രപഞ്ചത്തിനകത്ത് ദൈവം വെച്ചിരിക്കുന്ന ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചിട്ടാണ് ആ നന്മ പ്രപഞ്ചം നമ്മിലേക്ക് ഒരുക്കി നൽകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനൊരു നന്ദി പ്രകടനം ആവശ്യമാണ്. പക്ഷേ അത് പള്ളിയിലോ അമ്പലത്തിലോ മതസ്ഥാപനങ്ങളിലോ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിലോ ഒന്നും അല്ല കൊണ്ടുപോയി കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ആരാ നന്മ നൽകിയത്? ഈ പ്രപഞ്ചമാണ്. അപ്പോൾ തിരിച്ച് നിങ്ങൾ ഒരു നന്മ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി ഒരു പ്രതിവിധിയോ അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ നന്ദി പ്രകടനമോ ചെയ്യേണ്ടത് പ്രപഞ്ചത്തോട് തന്നെയാണ്. അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തോട് നിങ്ങൾക്ക് കിട്ടിയ നന്മയ്ക്ക്, നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹത്തിന് നിങ്ങൾ എങ്ങനെയാണ് പ്രപഞ്ചത്തിനത് തിരികെ നൽകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രപഞ്ചത്തിനകത്ത് ദൈവം വെച്ച റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. നമ്മുടെ പുഴകളെയും സമുദ്രത്തെയും അങ്ങനെയുള്ള ജലാശയങ്ങളെയും സംരക്ഷിക്കുക, വൃത്തിയായി സൂക്ഷിക്കുക. നമ്മുടെ മണ്ണിനെ വൃത്തിയായി സൂക്ഷിക്കുക. ചപ്പുചവറുകളൊക്കെ വലിച്ചു വാരി ഇട്ടിട്ടുണ്ടെങ്കിൽ, മാലിന്യ കൂമ്പാരങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് നിർമ്മാർജ്ജനം ചെയ്യുവാനും ഭൂമിയെ വൃത്തിയാക്കിയിടുവാനുമായിട്ടുള്ള സംവിധാനം ചെയ്യുക. സോ ഇങ്ങനെ ഈ പ്രപഞ്ചത്തെ നർച്ചർ ചെയ്യുവാൻ നമുക്ക് നന്മകൾ നൽകിക്കൊണ്ടിരിക്കുക. നമ്മൾ ചോദിച്ചിട്ടല്ലല്ലോ വായു കിട്ടുന്നത്, നമ്മൾ ചോദിച്ചിട്ടല്ലല്ലോ വെള്ളം നൽകുന്നത്, നമ്മൾ ചോദിച്ചിട്ടല്ലല്ലോ സൂര്യപ്രകാശം നൽകുന്നത്. സോ ഈ നന്മകളെല്ലാം നമുക്ക് എല്ലാ ദിവസവും പ്രപഞ്ചം അറിഞ്ഞ് നൽകുമ്പോൾ തിരിച്ച് ഈ പ്രപഞ്ചത്തിൻ്റെ ഈ റിസോഴ്സുകളെ അതിൻ്റെ പ്യൂരിറ്റിയിൽ നിലനിർത്താനായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങൾ തിരികെ പ്രപഞ്ചത്തിന് വേണ്ടി ചെയ്യുക. നിങ്ങളൊരു ചെറിയൊരു സാമ്പിളായിട്ടൊരു ചെടി വെച്ചോളൂ, ഒരു മരം വെച്ചോളൂ, അതിനെ ഒന്ന് വളർത്തി പരിപാലിപ്പിച്ച് അതിനെ ഒന്ന് ഫ്രൂട്ട്ഫുള്ളാക്കൂ, അതിനാവശ്യമായിട്ടുള്ള വെള്ളവും കൊടുക്കൂ. അല്ലെന്നുണ്ടെങ്കിൽ ജീവജാലങ്ങളെ സംരക്ഷിക്കൂ. മനുഷ്യൻ വൃത്തികേടാക്കിയിട്ടിരിക്കുന്ന ഈ ഭൂമിയെ ഒന്ന് ക്ലീൻ ചെയ്യൂ. സോ ഇത്തരത്തിൽ തിരികെ പ്രപഞ്ചത്തിന് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിനാനുപാതികമായിട്ട് വീണ്ടും നിങ്ങളിലേക്ക് അനുഗ്രഹങ്ങളും ആ ഒരു നിറവും പ്രപഞ്ചം നിങ്ങളിലേക്ക് കൊണ്ടുതരുമെന്നുള്ളതിന് സംശയമില്ല. അപ്പോൾ പ്രതിഫലം നൽകേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ നന്ദിയെ പ്രകടിപ്പിക്കേണ്ടത് ഏതെങ്കിലും മതസ്ഥാപനങ്ങളിൽ കൊണ്ടുപോയി വഴിപാട് കൊടുത്തോ, കാണിക്കേറ്റിട്ടോ, അർച്ചന ചെയ്തിട്ടോ, അങ്ങനെ നിങ്ങളുടെ കാശ് നിങ്ങളുടെ സാമഗ്രികൾ കൊണ്ട് കൊടുത്തിട്ടോ ഒരു പ്രയോജനമില്ല. അത് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തിക്കൊണ്ട് പോകുന്ന വ്യക്തികൾക്കോ പ്രസ്ഥാനങ്ങൾക്കോ അവർക്ക് നന്മയാകുമെന്നല്ലാതെ ആ കാര്യത്തിന് പ്രസക്തിയൊന്നുമില്ല. അപ്പോൾ ഒരിക്കലും നിങ്ങളുടെ നേർച്ച കാഴ്ചകൾ കൊണ്ടുപോയി മതസ്ഥാപനങ്ങൾക്കല്ല കൊടുക്കേണ്ടത്, ഈ പ്രപഞ്ചത്തിന് നിങ്ങൾ എന്തെങ്കിലും ചെയ്യൂ. അപ്പോൾ കൂടുതൽ നന്മകളും കൂടുതൽ അനുഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രപഞ്ചം തന്നെ